ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2014 റിലീസ് ചെയ്ത ഒരു സൂപ്പർ നാച്ചുറൽ ആന്തോളജി ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ആഫ്റ്റർ ഇമേജസ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ 4 പ്രേതകഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു കോളേജ് പ്രൊഫസർ ക്ലാസ് എടുക്കുന്നത് കാണിച്ചാണ് ഈ ഒരു ചിത്രം തുടങ്ങുന്നത്. ആ സ്ക്രീനിലെ ഒരു സ്കള്ളിന്റെ ചിത്രം കാണാം. സർ അത് സ്റ്റുഡൻസിനെ കാണിച്ചു കൊടുത്ത് ഒരു 5-10 സെക്കൻഡ് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സർ ക്ലാസ്സിലെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി അവരോട് ആ സ്ക്രീനിലേക്ക് ഒന്ന് കണ്ണ് ചിമ്മി നോക്കാൻ പറഞ്ഞു. സ്റ്റുഡൻസ് എല്ലാവരും ആകെ ഷോക്കായി. അവർക്ക് എങ്ങോട്ട് നോക്കിയാലും ആ സ്കള്ളിന്റെ ചിത്രം കാണാം. ഇതിനെയാണ് ആഫ്റ്റർ ഇമേജസ് എന്ന് പറയുന്നത്. ഇതില് യാതൊരു അത്ഭുതവുമില്ല, അമാനുഷിക ശക്തിയുമില്ല, ജസ്റ്റ് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ്. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പ്രൊഫസർ അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്കമിംഗ് പ്രോജക്ട്സ് ഒക്കെ നന്നായിട്ട് ചെയ്യണം. വെക്കേഷൻ കഴിഞ്ഞു വരുമ്പോ നല്ല നല്ല കഥകള് സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കി വരാനായിട്ട് സ്റ്റുഡൻസിനെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത സീനിലെ 5 കോളേജ് സ്റ്റുഡൻസ് കഥ എഴുതാനായിട്ട് ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് വെക്കേഷൻ കഴിയുന്നത് വരെ ഈ വീട്ടിൽ താമസിച്ച് ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ. ഇവന്റെ പേരാണ് ഡെറിക്. പിന്നെ ഇത് ഡെറിക്കിന്റെ ഗേൾഫ്രണ്ട് ടെസ്. നടുക്കിരിക്കുന്നവൻ റെയ്ലി, ഡ്യൂസ്, ഒലിവിയ. ഈ വീട്ടിലെ ഒരുപാട് നാളായിട്ട് ആരും തന്നെ താമസിക്കുന്നില്ല. ഇതിനു മുൻപ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് ഒരു ചൈനീസ് എഴുത്തുകാരനായിരുന്നു. ഇപ്പോ ഡെറിക്കാണ് അവർക്ക് താമസിക്കാനായിട്ട് ഈ ഒരു വീട് അറേഞ്ച് ചെയ്തത്. ഈ ഒരു സമയത്ത് റെയ്ലി എന്ന പയ്യൻ പേപ്പർ കൊണ്ട് ഒരു ക്യാമറ ഉണ്ടാക്കി അത് തീയിലേക്കിട്ട് കത്തിക്കുകയാണ്. ഇതൊരു ചൈനീസ് ട്രഡീഷൻ ആണ്. ഗോസ്റ്റ് മന്ത്. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങള് പേപ്പർ കൊണ്ടുണ്ടാക്കി അത് കത്തിച്ചു കളയും. കാറ്, വീട്, കമ്പ്യൂട്ടർ, ഫോൺ, അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടതെന്തും അതവർക്ക് സ്വർഗത്തിൽ കിട്ടുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. റെയ്ലി ചെയ്യുന്നത് കണ്ട് അവരൊക്കെ ആകെ അതിശയത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ആദ്യ ദിവസത്തെ പാർട്ടിയും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം ഡെറിക്ക് വീടിന് വെളിയിലെ കാലിക്കുപ്പികളൊക്കെ വൃത്തിയാക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇന്നലെ രാത്രി റെയ്ലി ഒരു സ്റ്റിൽ ക്യാമറ ഉണ്ടാക്കി കത്തിച്ചു കളഞ്ഞതല്ലേ? അവൻ ആ ചാരം മാറ്റി നോക്കുമ്പോ അതിലെ 5 ഫോട്ടോസ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കണ്ടതാണ് ഇന്നലെ രാത്രി എല്ലാ കടലാസും കത്തിയെരിയുന്നത്. പിന്നെ ഈ ഫോട്ടോസ് എങ്ങനെ ഇവിടെ വന്നു? അപ്പോ റെയ്ലി പറയും, ഞാൻ ആ സ്റ്റിൽ ക്യാമറ കത്തിച്ചോണ്ടാവും ഈ ഫോട്ടോസ് ഇവിടെ വന്നത്. അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അവരെല്ലാവരാകെ അന്തം വിട്ടിരിക്കുക. ശരി, ഇത് സത്യമാണോ എന്നറിയാനായിട്ട് അവര് അന്ന് രാത്രി തന്നെ ഒരു വീഡിയോ ക്യാമറ പേപ്പർ കൊണ്ടുണ്ടാക്കി കത്തിച്ചു കളഞ്ഞു. അത് കത്തി തീരുന്നത് വരെ കാത്തിരുന്നെങ്കിലും ഒരു രക്ഷയില്ല. എവിടെ ഒന്നും കാണാനില്ലല്ലോ. വെറുതെ മനുഷ്യനെ പറ്റിക്കാനായിട്ട് ഓരോരോ കഥകളായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് എല്ലാവരും റെയ്ലിയെ കളിയാക്കി ഉറങ്ങാനായിട്ട് പോയി. പിറ്റേന്ന് രാവിലെ ഡ്യൂസ് ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വീടിന് വെളിയിൽ വന്നിരിക്കുകയാണ്. എന്നാലും ആ ഫോട്ടോസ് എങ്ങനെ ഇവിടെ വന്നു? ഈ സമയത്താണ് അവൻ ആ കാഴ്ച കാണുന്നത്. ഇന്നലെ അവർക്ക് ആ ചാരത്തിൽ നിന്ന് കിട്ടിയത് ഫോട്ടോസ് അല്ലേ? പക്ഷേ ഇന്ന് ആ ചാരത്തിലുണ്ടായിരുന്നത് പഴയൊരു ഫിലിം റോളാണ്. ആകെ ഞെട്ടിപ്പോയ ഡ്യൂസ് റെയ്ലി പറഞ്ഞത് സത്യടാന്ന് പറഞ്ഞ് അത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഇത് 16mm ഫിലിംസിന്റെ പഴയൊരു റോളാണ്. ഇതിപ്പോ ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ പ്രൊജക്ടർ വേണം. അങ്ങനെ ഈ റോള് കണ്ടെടുത്ത ഡ്യൂസ് തന്നെ പഴയൊരു പ്രൊജക്ടർ സംഘടിപ്പിച്ചു. കാരണം അവന് ആ ഫിലിം റോളിൽ എന്താണെന്ന് അറിയണം. എല്ലാവരും ആകെ എക്സൈറ്റഡ് ആണ്. ഇപ്പോ ആ ഫിലിം റോളിലെ കഥയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒന്നാമത്തെ കഥയുടെ പേര് ഗോസ്റ്റ് പൂൾ ലെഗ്. ഈ കഥ തുടങ്ങുന്നത് ബാൽക്കണിയിൽ ഇരുന്ന് ടെലസ്കോപ്പ് വഴി തൊട്ടടുത്ത താമസക്കാരെ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കഥാനായകൻ മാറ്റിനെ കാണിച്ചാണ്. മാറ്റ് എങ്ങനെ ആസ്വദിച്ച് ഒരു ലേഡിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആരും ഒരാൾ വന്ന് ആ ജനാലയുടെ കർട്ടൻ അങ്ങ് മറച്ചു. മാറ്റാണെങ്കിൽ 12 മണി വരെ ബാൽക്കണിയിൽ ഇരുന്നിട്ടും പുറത്തോട്ട് ആരെയും കാണാനില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഈ ഒരു സമയത്താണ് അപ്പാർട്ട്മെന്റിന് താഴെ പൂളിലെ ഒരു ലേഡി കുളിക്കുന്നത് മാറ്റ് കാണുന്നത്. ഇതെന്താ 12 മണിക്ക് പൂളിലെ, അത് ഒറ്റയ്ക്ക്? അവൻ എന്തൊക്കെയോ പ്രതീക്ഷകളായിട്ട് താഴേക്കിറങ്ങി ഓടിച്ചെല്ലുമ്പോഴേക്കും ആ സ്ത്രീ കുളിയും കഴിഞ്ഞ് അവിടെ നിന്ന് പോയിരുന്നു. എന്തായാലും വന്നില്ലേ, എന്നാ പിന്നെ കുളിച്ചേക്കാന്ന് പറഞ്ഞ് അവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങി. പക്ഷേ ഈ സമയത്താണ് അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ട് വരുന്നത്. എന്റെ പൊന്നു മോനെ, ഇത് കുളിക്കാനുള്ള നേരമല്ല, വേഗം കേറിപ്പോ. ഇത് മനുഷ്യന്മാര് കുളിക്കുന്ന സമയമല്ല, പ്രേതങ്ങളുടെ സമയമാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട്. മാറ്റ് എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഈ സമയത്ത് കുളിച്ച എന്ത് അപകടമാണെന്നാ പറയുന്നേ? അതിനല്ലേ നിങ്ങളൊക്കെ ഇവിടെയുള്ളത്? അപകടമല്ല, പ്രേതം. അത് നിന്റെ കാല് പിടിച്ച്
വലിക്കും, ദേ ഇതുപോലെ നിന്നെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി വരുന്നത് നീ തന്നെ നോക്കിക്കോളാൻ പറഞ്ഞ് സെക്യൂരിറ്റി അപ്പൂപ്പൻ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോയി. പെട്ടെന്ന് വെള്ളത്തിലേക്ക് ആരോ ചാടുന്ന ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കുമ്പോ അതാ ലേഡിയാണ്. മാറ്റിന്റെ കാര്യം പറയണ്ടല്ലോ, എന്തെങ്കിലും സംസാരിക്കാന്ന് കരുതി അവൻ ആ സ്ത്രീയുടെ അടുത്തേക്ക് നീന്താനായിട്ട് തുടങ്ങുമ്പോ വെള്ളത്തിന് താഴെ ആ ലേഡിയെ കാണാം. മുകളിലേക്ക് നോക്കുമ്പോ ആ പൂളിൽ ആരുമില്ല. മാറ്റിനാകെ പേടിയായി. സെക്യൂരിറ്റി ഗാർഡ് അവനോട് പറഞ്ഞതല്ലേ ഈ സമയത്ത് കുളിക്കുന്നത് പ്രേതമാണെന്ന്. അവനാകെ പേടിച്ചു വിറച്ച് ചുറ്റും നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ പ്രേത രൂപത്തെ കണ്ട് അവനാകെ പേടിച്ചു പോയി. മാറ്റ് തന്റെ ജീവനും കൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ പിടിച്ചു കയറി. അവൻ അങ്ങനെ തന്നെ പോയാ മതിയായിരുന്നു. ഇനി തനിക്ക് തോന്നിയതാവോ പേടി കാരണം. വീണ്ടും അവൻ ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോ ആ സ്ത്രീ ഇപ്പോ വെള്ളത്തിലെ ബോധമില്ലാതെ കിടക്കുകയാണ്. അവൻ വേഗം തന്നെ ആ സ്ത്രീയെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് കരയിലേക്ക് കയറുന്ന നേരത്ത് അവിടെ സെക്യൂരിറ്റി അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ട്. ഹേയ്, എന്നെ സഹായിക്കേ, അവരുടെ ബോധം പോയി, എന്നെ വന്ന് പിടിച്ചു കയറ്റ്. ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശൻ ഒന്നും തന്നെ മിണ്ടാതിരിക്കുകയാണ്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേഗം ഇവിടെ നിന്ന് പൊക്കോളാൻ. ഇത് പറയുമ്പോ മുത്തശ്ശന്റെ വായിൽ നിന്ന് പത പോലെ എന്തൊക്കെയോ വരുന്നുണ്ട്. ഇയാളിത് എന്തൊക്കെയോ പറയുന്നതെന്നറിയാതെ മാറ്റാക്ക് അന്തം വിട്ട് നിൽക്കുക. പെട്ടെന്ന് ആ സ്ത്രീയുടെ പ്രേതം മാറ്റിനെ വെള്ളത്തിലേക്ക് പിടിച്ച് മുക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് മാറ്റ് ആ വെള്ളത്തിൽ നിന്ന് ഒരു വിധത്തില് രക്ഷപ്പെട്ട് കരയിലേക്ക് ഓടിക്കേറി. ഇപ്പോ ആ അപ്പൂപ്പനെ അവിടെ കാണാനില്ല. ആ ഗാർഡും പ്രേതമായിരുന്നു. മാറ്റ് നേരെ വാഷ്റൂമിലേക്ക് ചെന്ന് ഇതൊന്നും സത്യമല്ല, ഇതൊക്കെ എന്റെ തോന്നലാന്ന് പറഞ്ഞ് മുഖം കഴുകി കണ്ണാടി നോക്കുമ്പോ ആ ഗ്ലാസിൽ നിന്ന് വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാം. പെട്ടെന്നൊരു കൈ വന്ന് മാറ്റിനെ വെള്ളത്തിലേക്ക് പിടിച്ച് മുക്കുന്നത് കാണിച്ചാണ് ഒന്നാമത്തെ കഥ അവസാനിക്കുന്നത്. സിനിമ കഴിഞ്ഞതും എല്ലാവരും ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു മൂവിയെ പറ്റി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പോ ഡ്യൂസ് പറയും, ഇത് എന്ത് എൻഡിംഗ് ആണ്, എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം അവനെ വെള്ളത്തിലേക്ക് പിടിച്ച് മുക്കിക്കൊന്നു, പിന്നെ അവനെ രണ്ടാമതും കൊന്നു. ഇതെങ്ങനെ? മാറ്റിനെ ആ പ്രേതം ആദ്യം തന്നെ വെള്ളത്തിലേക്ക് പിടിച്ച് മുക്കിയില്ലേ, അപ്പൊ തന്നെ അവൻ മരിച്ചിരുന്നു. പിന്നെ രണ്ടാമത് അവന്റെ ആത്മാവാണ് റെസ്റ്റ് റൂമിലേക്ക് ഓടിയത്. അടുത്ത ദിവസം അവർ 5 പേരും ഇന്നലെ കണ്ട സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവിയുടെ ഡേറ്റാബേസ് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടേയില്ല. അപ്പോ ഡ്യൂസ് പറയും, നമുക്ക് ഈ സിനിമ പ്രോജക്റ്റ് ആക്കിയാൽ എന്താ? നമ്മൾ ഇങ്ങോട്ട് വന്നത് കഥ എഴുതാനല്ലേ. ഇപ്പോ നമുക്ക് ഒരു അടിപൊളി പ്രേതകഥ കിട്ടിയില്ലേ. ഇതിന്റെ സ്ക്രിപ്റ്റ് റെയിലി എഴുതും, ഡെറിക്ക് സംവിധാനം ചെയ്യും, പിന്നെ ഞാൻ ഇതിന്റെ പ്രൊഡ്യൂസർ. ഇത് കേട്ട് റെയിലിക്ക് അത്ര പിടിച്ചില്ല. നീ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, ഞാനാണ് ഈ ക്യാമറ കത്തിക്കുന്നത് നിങ്ങളോട് പറഞ്ഞത്. അപ്പോ ഒരാൾക്ക് മാത്രം ഈ സിനിമയുടെ അവകാശം പറയാൻ പറ്റില്ല, നമ്മൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്നാൽ ടെസ് പറയും, ഇനി ഇതിന്റെ കോപ്പിറൈറ്റും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നാലോ, അതൊക്കെ ഒത്തിരി റിസ്ക് ആണ്. അതൊക്കെ അപ്പം നോക്കാം. എന്തായാലും നമ്മൾ സിനിമ എടുക്കാൻ പോവാ. എന്തുകൊണ്ട് ഒരു കഥ മാത്രം എടുക്കണം? അതായത് ആലോചിച്ച് കുത്തിയിരുന്ന് കഥ എഴുതണ്ട, ഒരു പേപ്പർ എടുത്ത് കത്തിച്ചാൽ മതി, നമുക്ക് ഒരുപാട് കഥ കിട്ടുമെന്ന് പറഞ്ഞ് അവര് അന്ന് രാത്രി ഒരു വീഡിയോ ക്യാമറ ഉണ്ടാക്കി കത്തിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ അവരെല്ലാവരും ചേർന്ന് ആ ചാരം മാറ്റി നോക്കുമ്പോ ഇത്തവണ അത് സിനിമയുടെ റീൽസ് അല്ല, ഒരു ഫ്ലാഷ് കാർഡാണ്. ഈ രണ്ടാമത്തെ കഥയുടെ പേരാണ് സിയ ബൗ ബൗ. കഥ തുടങ്ങുന്നത് കഥാനായിക എമി തന്റെ ബോയ്ഫ്രണ്ടുമായി വഴക്കിട്ട് ബ്രേക്കപ്പായി തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത് കാണിച്ചാണ്. നേരെ അപ്പാർട്ട്മെന്റിലെത്തി പൂച്ചയ്ക്കുള്ള ഫുഡ് കൊടുത്തു, ഫോണിലെ മെസ്സേജ് ഒക്കെ നോക്കി ആകെ സങ്കടത്തിലിരിക്കുകയാണ്. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി TV ഓണാക്കി നോക്കുമ്പോ അതും വർക്ക് ചെയ്യുന്നില്ല. പെട്ടെന്നാണ് അപ്പാർട്ട്മെന്റിന് വെളിയിലെ എന്തോ ഒന്ന് വീഴുന്ന ശബ്ദം കേൾക്കുന്നത്. ആരോ താഴേക്ക് വീണതുപോലെ. എമി ഓടിച്ചെന്ന് ബാൽക്കണിന്ന് താഴേക്ക് നോക്കുമ്പോ ഒരു സ്ത്രീ 29ാമത്തെ നിലയെന്ന് താഴേക്ക് വീണ് മരിച്ചു കിടക്കുന്നതാണ്. ആളുകളൊക്കെ താഴെ ഓടിക്കൂടി. സെക്യൂരിറ്റി ഗാർഡ് ആ സ്ത്രീയുടെ ഡെഡ് ബോഡി ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കണ്ടോണ്ട് നിന്നിരുന്ന എമിക്ക് പെട്ടെന്ന് എന്ത് തോന്നിയെന്നറിയില്ല. അവള് വേഗം തന്നെ മരിച്ച ആ സ്ത്രീയുടെ ഫോട്ടോ എടുത്തു. അത് കണ്ട സെക്യൂരിറ്റി ഗാർഡ്, ഹേയ് ക്യാമറ ഓഫ് ചെയ്യേ, ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞ് എമിയെ വഴക്ക് പറയുന്നുണ്ട്. പിന്നെ പോലീസ് എത്തി ഡെഡ് ബോഡി അവിടെ നിന്ന് മാറ്റി ജോലിക്കാരെ താഴെ മുഴുവൻ ക്ലീൻ ആക്കി. കുറച്ച് സമയം കഴിഞ്ഞ് എമി അവളെടുത്ത ഫോട്ടോയില്ലേ, മരിച്ച ആ സ്ത്രീയുടെ ഫോട്ടോ, അത് PC-യിലേക്ക് കോപ്പി ചെയ്യുന്ന നേരത്ത് എമിയുടെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് അത് തനിയെ ക്ലിക്കായി. എമി ഈ ഒരു കാര്യം അത്രയ്ക്ക് കാര്യമാക്കി എടുക്കുന്നില്ല. വീട്ടില് തനിച്ചായതുകൊണ്ട് തന്നെ എമിക്ക് ആ ഫോട്ടോ തുറന്നു നോക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി അവൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണ്ണീറ്റത്. കൂടാതെ ഒരു സ്ത്രീയുടെ കരച്ചിലും കേൾക്കാം. കണ്ടത് സ്വപ്നായിരുന്നില്ല. ആ മരിച്ച സ്ത്രീയുടെ അമ്മ താഴെയിരുന്ന് മനസ്സ് തകർന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അത് കണ്ട് എമിക്കും ആകെ സങ്കടായി. അവളും ബാൽക്കണിയിലിരുന്ന് ഒത്തിരി നേരം കരഞ്ഞു. പിന്നീട് എപ്പോഴോ ഉറങ്ങിപ്പോയി. ഈ സമയത്ത് അവള് എന്തൊക്കെയോ വിഷ്വൽസ് കാണാൻ തുടങ്ങി. മരങ്ങള്, ബ്ലാങ്കറ്റ്, പിന്നെ ഒരു ബൾബ് താഴേക്ക് വീണ് പൊട്ടുന്നു. ഇതൊക്കെയാണ് എമി തന്റെ സ്വപ്നത്തിൽ കാണുന്നത്. പിറ്റേന്ന് എമി ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അപ്പാർട്ട്മെന്റിലെത്തി പൂച്ചയെ കളിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് താഴെ നിന്ന് മണിയടിക്കുന്ന ശബ്ദം കേൾക്കാം. അവള് ബാൽക്കണിന്ന് താഴേക്ക് നോക്കുമ്പോ മരിച്ച ആ സ്ത്രീയുടെ കുടുംബം താഴെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ചെയ്യുന്നതാണ്. ഇതൊക്കെ കണ്ട് എമിക്ക് ആകെ എന്തോ പോലെ, ഇതൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അവള് ബാൽക്കണിന്ന് തിരികെ നടന്നതും
അവിടെ ആ സ്ത്രീയുടെ പ്രേതം ഉണ്ടാവും. ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും എമിയെ ആ സ്ത്രീയുടെ പ്രേതം പിന്തുടർന്നുകൊണ്ടിരുന്നു. ഉറങ്ങുന്ന സമയത്ത് ബെഡ്ഷീറ്റ് മാറ്റുന്നു, റോഡിലൂടെ നടന്നു പോകുമ്പോ എന്തോ തന്റെ മുന്നിലേക്ക് വന്നു വീഴുന്നത് പോലെ. പിന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട് എമി എപ്പോഴും 29ാമത്തെ ഫ്ലോറിലേക്ക് പോകുന്നു. താൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് അത് എമിക്ക് പോലും അറിയില്ല. പെട്ടെന്നാണ് ഒരു പ്രേതരൂപം എമിയെ പിന്നിൽ നിന്ന് പേടിപ്പിക്കുന്നത്. അത് പ്രേതമൊന്നല്ല, എമിക്ക് പെട്ടെന്ന് തോന്നിയതായിരുന്നു. അത് ആ അപ്പാർട്ട്മെന്റിലെ ജോലി ചെയ്യുന്ന ഒരു മുത്തശ്ശിയാണ്. എമി എപ്പോഴും 29ാമത്തെ ഫ്ലോറിലേക്ക് വരുന്നത് മുത്തശ്ശി കാണാറുണ്ട്. ഹേയ്, ഇവിടെ നിൽക്കാൻ പാടില്ല, അറിയാലോ മരിച്ചുപോയവരെ ആ സ്ഥലത്ത് തന്നെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോയി. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. താൻ ആ മരിച്ച സ്ത്രീയുടെ ഫോട്ടോ എടുത്തില്ലേ, അതുകൊണ്ടാണ് ആ സ്ത്രീ തന്നെ ഫോളോ ചെയ്യുന്നത്. അതങ്ങ് ഡിലീറ്റ് ചെയ്താൽ കാര്യം തീർന്നില്ലേ? അവള് PC-യിലെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ നോക്കി, മൊബൈൽ ഫോണിലെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ നോക്കി, ഒന്നും നടക്കുന്നില്ല. ആ ഫോട്ടോ അവൾക്ക് ഡിലീറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. പ്ലീസ് പ്ലീസ് ഡിലീറ്റ് ആവെന്ന് പറഞ്ഞ് എമി ആകെ പേടിച്ചേർന്നിരിക്കുകയാണ്. പെട്ടെന്ന് കമ്പ്യൂട്ടറിലെ എമിയുടെ ഒരു ഫോട്ടോ ഓപ്പൺ ആയി. അവള് ആ സ്ത്രീയുടെ ഫോട്ടോ കോപ്പി ചെയ്യുന്ന നേരത്ത് എമിയുടെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയില്ലേ, അതേ ഫോട്ടോ. അത് കണ്ട് എമി ആകെ പേടിച്ച് കരയാൻ തുടങ്ങി. കാരണം ആ ഫോട്ടോയിലെ ആ സ്ത്രീ മരിച്ചു കിടക്കുന്നത് പതിഞ്ഞിരുന്നു. പിന്നീട് പതിവ് പോലെ തന്നെ ആ പ്രേതം അവളെ ശല്യം ചെയ്തോണ്ടിരുന്നു. പതിവായി കാണാറുള്ള സ്വപ്നങ്ങൾ, കുഞ്ഞിന്റെ ബ്ലാങ്കറ്റ്, മരങ്ങൾ, ബൾബ്, പിന്നെ ആ സ്ത്രീ താഴേക്ക് വീഴുന്നത്. അവൾക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റാതായി. ഇനി എന്തായാലും ഇത് ശരിയാവില്ല. എമി ആ ഫോട്ടോ കുറെ തവണ ചെക്ക് ചെയ്ത് നോക്കി. ആ പ്രേതം അവളെ ഉപദ്രവിക്കുന്നില്ല, പകരം എന്തോ ഒന്ന് അവളോട് പറയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ഫോട്ടോയിൽ എന്താ ഉള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴാണ് എമി ആ ഫോട്ടോയിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു ബ്ലാങ്കറ്റ്, അവള് സ്വപ്നത്തിൽ കാണാറുള്ള അതേ ബ്ലാങ്കറ്റ്. അടുത്ത ദിവസം അവള് നടക്കാനായിട്ട് അപ്പാർട്ട്മെന്റിന് വെളിയിലേക്ക് ഇറങ്ങി. അവള് ചുമ്മാതൊന്ന് മുകളിലേക്ക് നോക്കിയതാണ്. സത്യം പറഞ്ഞ എമി ആകെ ഷോക്കായി. അവള് സ്വപ്നത്തിൽ കാണാറുള്ള അതേ മരങ്ങള്, അതിനർത്ഥം ആ ബ്ലാങ്കറ്റ് ഇവിടെ എവിടെയെങ്കിലും കാണാതിരിക്കില്ല. അവൾ ആ പരിസരം മുഴുവൻ ആ ബ്ലാങ്കറ്റ് തെരഞ്ഞു നോക്കി. ഒടുക്കം എമി അത് കണ്ടെത്തി. എമി പിന്നെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല, നേരെ 29ാമത്തെ ഫ്ലോറിലേക്ക് പോയി. ആ മരിച്ച സ്ത്രീയുടെ ഫ്ലാറ്റിലേക്ക്. അകത്തു നിന്ന് കുഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരയുന്ന ശബ്ദം കേൾക്കാം. ഈ ശബ്ദമാണ് അവള് സ്വപ്നത്തില് പതിവായിട്ട് കേൾക്കാറുള്ളത്. ഈ സമയത്ത് ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നത് ആ സ്ത്രീയുടെ കുഞ്ഞിനെ നോക്കാനായി നിന്നിരുന്ന ആയിയായിരുന്നു. ആ സ്ത്രീ ബ്ലാങ്കറ്റ് കണ്ട് ആകെ അമ്പരന്ന് പോയി. ഇത് എവിടുന്ന് കിട്ടിയത്? ഞങ്ങള് ദിവസങ്ങളായിട്ട് ഇത് തെരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഈ ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിൽ കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങും. ഇത് കുഞ്ഞിന്റെ ഫേവറേറ്റ് ആണ്. ഇത് കേട്ട് എമി ഒത്തിരി ഹാപ്പിയായി. ബ്ലാങ്കറ്റ് തിരിച്ചു കിട്ടി. ആ സ്ത്രീയും കുഞ്ഞ് ഹാപ്പിയായി. അങ്ങനെ എമി തിരിച്ചു പോവാനായിട്ട് ലിഫ്റ്റിലേക്ക് കയറുമ്പോ ആ ഡോർ അടയുന്ന സമയത്ത് ആ സ്ത്രീയുടെ പ്രേതം അവളോട് ഒത്തിരി നന്ദി പറയുന്നുണ്ട്, തന്റെ കുഞ്ഞിനെ ആ ബ്ലാങ്കറ്റ് കണ്ടുപിടിച്ചു കൊടുത്തതിന്. ഇങ്ങനെയാണ് രണ്ടാമത്തെ കഥ അവസാനിക്കുന്നത്. ഈ മൂവി അവർക്ക് 5 പേർക്ക് ഒത്തിരി ഇഷ്ടമായി. ഒരു ഇമോഷണൽ പ്രേത സിനിമ. ഈ മൂവി നമ്മളല്ലാതെ മറ്റാരും കണ്ടിരിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം പ്രൊഡ്യൂസർ ഇല്ല, സംവിധായകനില്ല. ഇങ്ങനൊരു മൂവി ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. എന്നാൽ ടെസ് അതിന് തയ്യാറായില്ല. നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല, ഇതൊക്കെ വലിയ പ്രശ്നമാവും. അതല്ല, ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യാൻ സമ്മതിക്കണമെങ്കിൽ ഇനി മുതൽ ഞാനാവും ഈ ടീമിന്റെ ക്രിയേറ്റീവ് കൺട്രോളർ. ഇതും പറഞ്ഞുകൊണ്ട് ടെസ് ന്യൂസ് പേപ്പറിൽ CCTV എന്ന് എഴുതി കാണിച്ചു. ഇത് കത്തിക്കുകയാണെങ്കിൽ ഇതിലും ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല പ്രേതകത കിട്ടിയാലോ? പിന്നെന്താ, അവർ ആ ന്യൂസ് പേപ്പർ കൊണ്ട് CCTV ക്യാമറയുണ്ടാക്കി അത് തീയിലിട്ട് കത്തിച്ചു കളഞ്ഞു. ഇത്തവണ അവർക്ക് ആ ചാരത്തിൽ നിന്ന് കിട്ടിയത് റീൽസോ മെമ്മറി കാർഡോ അല്ല, പഴയ VHS കാസറ്റ് ആണ്. ഇത്രയും പഴക്കം ചെന്നൊരു VHS എങ്ങനെ പ്ലേ ചെയ്ത് നോക്കാനാ? അവരെല്ലാവരും ഡ്യൂസിനെ നോക്കി. അവനല്ലേ പഴയ പ്രൊജക്ടറൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഡ്യൂസ് തന്നെ പഴയൊരു ഡെക്ക് സംഘടിപ്പിച്ചു.